മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് മേഖല വീണ്ടും സായുധ സംഘർഷങ്ങളുടെ തീച്ചുളിയിലേക്ക് നീങ്ങുകയാണ്. യമനിലെ ഹൂതി വിമതരും സൗദി അറേബ്യയും തമ്മിൽ വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണങ്ങൾ ഗൾഫ് മേഖലയാകെ വലിയൊരു യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ആപേക്ഷിക സമാധാനം തകർത്തുകൊണ്ട് യമനിലെ സന വിമാനത്താവളത്തിലും സൗദിയിലെ അബഹ വിമാനത്താവളത്തിലുമുണ്ടായ സ്ഫോടനങ്ങൾ പ്രാദേശിക തർക്കങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണെന്ന് വ്യക്തമാകുന്നു. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരമൊരു സംഘർഷം ഉടലെടുക്കുന്നത് പ്രവാസി സമൂഹത്തിൽ കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപത്തേക്കാൾ ശക്തമായ രീതിയിൽ ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തകിടം മറിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾ, ഈ പുതിയ യുദ്ധഭീതിയെ അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിൽ വിള്ളൽ വീഴുന്നത് രാഷ്ട്രീയമായ മാറ്റങ്ങൾ മാത്രമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുതിയ പ്രതിസന്ധിയുടെ തുടക്കം യമൻ തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തോടെയായിരുന്നു. ഇറാന്റെ അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഹൂത്തി പ്രതിനിധി സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള ഇറാന്റെ മഹാനേർ വിമാനത്തെ സനയിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് സൗദി അനുകൂല യമൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിന്റെ റൺവേ ലക്ഷ്യമാക്കി ശക്തമായ വ്യോമാക്രമണം ഉണ്ടായി. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇതിനെ ഹൂതികൾ കണക്കാക്കിയത്. സന വിമാനത്താവളത്തിലെ ആക്രമണം ഹൂതികളെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിലും വ്യോമപാതയിലും സൗദി അറേബ്യയും സഖ്യകക്ഷികളും ഇടപെടുന്നു എന്ന ആരോപണം അവർ ശക്തമായി ഉന്നയിച്ചു. ഇതിന് പകരമായി മണിക്കൂറുകൾക്കകം തന്നെ ഹൂതി വിമതർ സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് അതിശക്തമായ തിരിച്ചടി നൽകി. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വ്യോമ ഗതാഗതത്തെ ഇത് പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, സൗദിയ, ഫ്ലൈ അദീൽ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ അബഹയിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ സർവീസുകൾ ഉടനടി റദ്ദാക്കി. യാത്രാ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു പൊതു വിമാനത്താവളത്തിന് നേരെ മിസൈൽ വിക്ഷേപങ്ങളിലൂടെ അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് കനത്ത സുരക്ഷാ ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ സുരക്ഷ മുൻനിർത്തി യമനിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടാൻ അവിടുത്തെ പ്രതിരോധ മന്ത്രാലയം ഉത്തരവിടുകയും ചെയ്തു. 2014 ഹൂതികൾ യമന്റെ തലസ്ഥാനമായ സന പിടിച്ചടക്കിയതോടെയാണ് ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് യമൻ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യം യുദ്ധത്തിൽ ഇടപെടുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ 2022 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മേഖലയിൽ താൽക്കാലിക ശാന്തത നൽകിയത്. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ ഈ സമാധാന കാലഘട്ടം അവസാനിച്ചതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്വ സരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി വ്യോമപാതയിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഹൂതികൾ നൽകിയ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര വ്യോമയാന മേഖലയെ സങ്കീർണമാക്കുന്നു. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഈ നീക്കം മേഖലയിലെ വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സഖ്യകക്ഷികളായിരുന്ന സൗദിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ യമൻ യുദ്ധത്തിലെ തന്ത്രങ്ങളെ ചൊല്ലി മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും UAE പിന്മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ സൗദി അറേബ്യയ്ക്ക് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ എപ്പോഴും ഇന്ത്യയെയും പ്രത്യേകിച്ച് കേരളത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. യുദ്ധം പടർന്നു പിടിച്ചാൽ അത് പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയെയും ജീവിതത്തെയും സാരമായി ബാധിക്കും. സൗദിയിലെ അബഹ വിമാനത്താവളം ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണവും സൗദി വ്യോമയാന പാത ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഭീഷണിയും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെയും വിമാന കമ്പനികളുടെ സർവീസുകളെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് പണം അയക്കുന്നതിനും വിമാന സർവീസുകളുടെ ചെലവുകൾ വർദ്ധിക്കുന്നതിനും ഈ സംഘർഷങ്ങൾ പ്രതിഫലിച്ചേക്കാം. വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് മൂലം അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങേണ്ട പ്രവാസികൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും സൗദി അറേബ്യ ആപേക്ഷികമായി സുരക്ഷിതമായിരുന്നു എന്നതായിരുന്നു പ്രവാസികളുടെ ആശ്വാസം. എന്നാൽ ഇപ്പോൾ സൗദിക്ക് നേരെ നേരിട്ട് മിസൈൽ ആക്രമണം ഉണ്ടായത് ഈ ആശ്വാസത്തിന് വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഈ യുദ്ധ സാഹചര്യം ദീർഘകാലം തുടർന്നാൽ അത് ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും തദ്ദേശീയമായ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർധനവിനും വിതരണ ശൃംഖല തടസ്സപ്പെടുന്നതിനും ഇത് കാരണമായേക്കാം. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മേഖലയ്ക്ക് മറ്റൊരു യുദ്ധം താങ്ങാനാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ എല്ലാ കക്ഷികളും തയ്യാറാകണമെന്ന് UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഖാലിദ് ഖിയാരി ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ജയിക്കാമെന്ന ധാരണ മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യോമപാതകൾ അടയ്ക്കുന്നതും വിമാനത്താവളങ്ങൾ ബോംബിട്ട് തകർക്കുന്നതും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയാണ് ദുസ്സഹമാക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നങ്ങളും ഉപജീവന മാർഗവും കുടികൊള്ളുന്ന മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആഗോള സമൂഹത്തിന്റെ ആവശ്യമാണ്. ഹൂതികളും സൗദി സഖ്യവും തങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം. എങ്കിൽ മാത്രമേ പ്രവാസ ലോകത്തിന്റെ ആശങ്കകൾ അകറ്റാനും മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. യുദ്ധഗതിക്ക് വഴിമാറാതെ നയതന്ത്രത്തിന്റെ വഴി സ്വീകരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏക മാർഗം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.